നിങ്ങൾ എപ്പോഴാണ് യൂട്യൂബേഴ്സും വേറുള്ളവന്മാരൊക്കെ ആയത്? നിങ്ങൾ ആണോ? ഷാജിന്റെ പേര് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് അപ്പം റീച്ചാണ്, അപ്പം 36K 46K 50K ആണ്. അല്ലെങ്കിൽ അവർ കുറച്ചുകൊണ്ടുള്ള വീഡിയോ ഇട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, 50 വ്യൂസ് 100 വ്യൂസ് 2K 2K 3K ഇങ്ങനെയുള്ളൂ. ഷാജിനെ കുറിച്ച് പറഞ്ഞിട്ടാ കേറണം, അങ്ങനെ അപ്പാടെ റീച്ച് ചെയ്യണം. അപ്പൊ എന്ത് തോന്നിയാസം വിളിച്ച് പറയാന്നുള്ളതാണ്. അങ്ങനെ തോന്നിയാസം വിളിച്ച് പറയുന്നവരൊക്കെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ എടുക്കും ചെയ്യും, ഞാൻ കൊടുക്കും ചെയ്യും. അപ്പൊ ഷാജി പറയുന്നത് കേട്ടില്ലേ? ഷാജിദയുടെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ചാനൽ റീച്ച് ആവുന്നു. അപ്പൊ എനിക്ക് എന്റെ ചാനൽ ഒന്ന് റീച്ച് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ഷാജിദയുടെ വീഡിയോ എടുത്തിട്ടൊന്ന് റിയാക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഈ ലോകത്തോട് മുഴുവൻ പ്രതിഷേധമാണ്, എല്ലാവരോടും ദേഷ്യമാണ്, എല്ലാവരും ഷാജിദേനെ തകർക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരി വിചാരിച്ചിരിക്കുന്നത്. ഒരു കണക്കിന് എനിക്ക് വളരെയധികം സഹതാപമാണ് കേട്ടോ ഈ ഒരു സ്ത്രീയോട്. ഒരു നിലയ്ക്ക് അവർ പൊരു തന്നെയാണ്, 5 മക്കളെ നോക്കാനായിട്ട് അവർ പൊരു തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? അവർക്ക് ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാകുന്നില്ല. അവർ ഒറ്റയ്ക്ക് ഒരു എന്താ പറയാ ഒരു വഞ്ചി തുഴയാണ്. അപ്പൊ ആ ഒരു വഞ്ചിയില് ചുറ്റും ഒരുപാട് തിരകൾ വന്നടിക്കുന്നുണ്ട്. അത് ബന്ധുക്കളായാലും സഹോദരങ്ങളായാലും അമ്മയായാലും നാട്ടുകാരായാലും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായാലും എല്ലാവരും അവരെ പൊതിഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അപ്പൊ ഇവരോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്ന് ഇവർക്ക് അറിയണില്ല. സത്യം പറഞ്ഞാല് ഒരു പാവാണ്. അതിന് എന്ത് ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട്, ഒരു താങ്ങും തണലുമായിട്ട് ആരും കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പല കുഴികളിലും ചെന്ന് ചാടുന്നത്. പിന്നെ ഫാമിലിയുടെ ഭാഗത്തുനിന്നും അവർക്ക് ഒരു സപ്പോർട്ടും ഇല്ല. കാരണം പുള്ളിക്കാരി അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് നന്നായിട്ട് തന്നെ സമ്പാദിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതിന്റെ പേരില് കുടുംബത്തിൽ നിന്നായാലും ചില അസൂയകളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരിക്ക് 2 സഹോദരങ്ങളാണല്ലോ, സഹോദരിമാരാണ്. അപ്പൊ അവര് പറയുന്നുണ്ട് ഉമ്മയ്ക്ക് സഹോദരിമാരോടാണ് കൂടുതൽ സ്നേഹം എന്നുള്ളത്. ഇവരുടെ കയ്യിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചു പറ്റുന്നുണ്ട്. അതായത് ഇവര് താമസിക്കുന്ന വീട്ടില് എല്ലാ സാധനങ്ങളും മേടിച്ചിരിക്കുന്നത് ഷാജിദയാണ്. അതുപോലെ തന്നെ ഉമ്മയ്ക്ക് വള മേടിച്ചു കൊടുത്തു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും, വാട്ടർ ബില്ല്, കറണ്ട് ബില്ല്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഷാജിദ ഉമ്മാടെ വീട്ടില് താമസം തുടങ്ങി പിന്നെ ഷാജിദയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് ഷാജിദ പറയുന്നത്. അപ്പൊ അങ്ങനെ പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടാണെങ്കിലും, യൂട്യൂബിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും കാശ് സമ്പാദിക്കുന്നുണ്ട്. കുടുംബം നോക്കുന്നുണ്ട്, അത്യാവശ്യം മക്കളെയും നോക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് സപ്പോർട്ടിന് ഒരു ആളില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരോടും പ്രതിഷേധമാണ്. എല്ലാവരും ഷാജിദനെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളൊരു തോന്നലാണ് പാവത്തിന്. മുമ്പ് ഏതോ ഒരു വീഡിയോയില് കേൾക്കാനിടയായിട്ടുണ്ട്. ഷാജിദ തന്നെ പറഞ്ഞതാണ് മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ പിന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ തൈറോയിഡ് പ്രശ്നമുള്ള ആളുകൾക്ക് പല വിധത്തിലുള്ള മെന്റൽ സ്ട്രെസ് അവർക്ക് കൂടുതലാണ്. അപ്പൊ ചില പ്രശ്നങ്ങളെ വരുമ്പോ അതെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. അവർ പെട്ടെന്ന് എടുത്തു ചാടി പ്രകോപനപരമായിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചു നേരമൊക്കെ ഒന്ന് ക്ഷമിച്ച്, ഇത്രയും പ്രായമില്ലേ, 10-32 വയസ്സൊക്കെ ആയില്ലേ, ഇനി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുമ്പോ കുറച്ച് പക്വതയോട് കൂടിയിട്ട് പെരുമാറുക. 5 മക്കളല്ല ഉള്ളത്. എന്തായാലും ഷാജിദ എന്ത് വീഡിയോ ഇട്ടാലും ആളുകൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ കുറച്ച് നല്ല വീഡിയോകൾ ചെയ്തുകൂടെ ഷാജിദ? ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾ എന്തായാലും ആളുകൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഈ രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സപ്പോർട്ട് കുറയുള്ളൂ. അല്ലാതെ നിങ്ങളുടെ 5 മക്കളെ ഓർത്ത്, യത്തീം മക്കളെ ഓർത്തിട്ട് സഹായിക്കുന്നവരാണ് കൂടുതൽ പേരും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലേ. ഷാജിദയുടെ മക്കളും ഷാജിദ പറയുന്ന ഈ തെറികളും കാര്യങ്ങളും ആഭാസങ്ങളും ഒക്കെ ഷാജിദയുടെ മക്കളും കേൾക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മക്കളും കേൾക്കുന്നുണ്ട്. സമൂഹത്തിന് ഒരു ബാധ്യത ആവാതിരിക്കുക. ഒരു ഗുണം ചെയ്തില്ലെങ്കിലും, ഷാജിദ ഒരു ഇൻഫ്ലുവൻസർ ആണല്ലോ, ഒരു ഗുണം ചെയ്തില്ലെങ്കിൽ പോലും ഒരു ദോഷമായി മാറാതിരിക്കുക. ഷാജിദ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ, യൂട്യൂബ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇതിൽ എന്ത് കൊണ്ടുവന്നിട്ടാലും അത് ഒരുപാട് കാലം അതിൽ എനിക്ക് എടുക്കും. കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഉമ്മാനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉമ്മാടെ ഒരു നഗ്ന വീഡിയോ ഒക്കെ എടുത്ത് ഇട്ടു, അതൊരു തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഷാജിദ. അതൊരിക്കലും ചെയ്യരുത്. ഉമ്മ അത്ര ദ്രോഹം ഷാജിദയോട് ചെയ്താലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഉമ്മാടെ നഗ്ന വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ചതുണ്ടല്ലോ, അത് വലിയൊരു തെറ്റാണ്. ഈ ജന്മത്ത് തിരുത്താനാവാത്ത വലിയൊരു തെറ്റാണ് ഷാജിദ ചെയ്തിട്ടുള്ളത്. അപ്പോ
ആ ഉമ്മയ്ക്ക് ഷാജിദ കൂടാതെ 2 പെൺമക്കളും കൂടി ഉണ്ടല്ലേ. അപ്പൊ അവരുടെയും കൂടി ഒന്ന് അവസ്ഥയൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ കയ്യിന്ന് തെറ്റ് പറ്റിപ്പോയി. താങ്കൾ തന്നെ അത് ഡിലീറ്റും ചെയ്തു. അത് ഓക്കെ. അത് നല്ല കാര്യാണ്. അപ്പൊ ഷാജിദും വളർത്തുന്നുണ്ടല്ലോ, 5 മക്കളെ വളർത്തുന്നുണ്ടല്ലോ. ഈ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു ബൂമറാങ് ആണ്. ഇത് തിരിച്ചടിക്കും. അപ്പൊ ഇന്ന് ഷാജിദയുടെ അമ്മോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, നാളെ മക്കളിലൂടെ അത് തിരിച്ചടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏഹ് പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. പ്രത്യേക കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട് കേട്ടോ. ഷാജിദ ഇപ്പൊ ഒരു ക്രീം ഒക്കെ ഇറക്കിയിട്ടുണ്ടല്ലേ, ഷാജീസ് ക്രീം എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. അപ്പോ ഇപ്പോ ഷാജിദയുടെ ഫേസ് ഞാൻ ഈ വീഡിയോയിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഈ അണ്ടർ ഐയുടെ ഭാഗത്തുണ്ടല്ലോ 2 ഡിഫറെന്റ് കളറാണ് ഉള്ളത്. അപ്പോ പൊതുവെ ഇങ്ങനെ വൈറ്റനിങ് ക്രീംസിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മെലാനിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലെ. ഈ മെലാനിൻ എന്ന് പറയുന്നത് ഒരു ഒരു നിലയ്ക്ക് അതൊരു പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ അതിന്റെ അളവ് നമ്മൾ ഓരോ ക്രീമൊക്കെ തേച്ച് കെമിക്കലുകൾ കൊണ്ട് അത് കുറയ്ക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്കിന്നിലൊക്കെ സ്കിൻ ക്യാൻസർ തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായിന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതൽക്കേ കേട്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഈ വെളുപ്പിനോടുള്ള ഒരു അമിത ആസക്തി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് മാറ്റാനെന്നും പറഞ്ഞിട്ട് തേക്കുന്ന ആ ക്രീം തേച്ചിട്ടാണെന്ന് തോന്നുന്നു ഷാജിദയുടെ കണ്ണിന്റെ അടി. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. 2 കളറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കിത് കണ്ടിട്ട് എന്തോ പുള്ളിക്കാരത്തിക്ക് വരാൻ ഉള്ള സാധ്യത പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ആയിരിക്കണം ഇത്തരം ഒരു ക്രീം മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ടാവുക. ഷാജിദയുടെ പേര് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. അപ്പോ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ക്രീമൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 2 വട്ടമൊക്കെ ഒന്ന് ആലോചിച്ച് മാത്രം ഉപയോഗിക്കുക. ഇപ്പൊ ഷാജിദയുടെ സ്കിന്നിൽ തന്നെ എന്താ സംഭവിക്കാൻ പോണേന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ട് തന്നെയേ പോവുള്ളൂ. അപ്പൊ എനിക്ക് എന്തോ ഇതൊരു പന്തികേടായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾ ഷാജിദയുടെ വീഡിയോ കാണുന്നവരാണ്, ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.